ചതുർയുഗങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഏത് യുഗത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ യുഗവും നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനങ്ങളും മനസ്സിലാവുന്നതും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ്. ചതുർയുഗം എന്ന് പറയുന്നത് നമുക്കറിയാം 4 യുഗങ്ങൾ. ഒന്ന് സത്യയുഗമാണ്, അല്ലെങ്കിൽ അതിനെ കൃതയുഗം എന്ന് പറയും. 2 ത്രേതായുഗമാണ്. 3 ദ്വാപരയുഗം. 4 കലിയുഗം. ഈ 4 യുഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ കാലഗണന. ഈ 4 യുഗങ്ങൾ ചേർന്നായിരിക്കും എപ്പോഴും കറങ്ങി വരിക. ഇപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ് താമസിക്കുന്നത്. ഈ കലിയുഗം കഴിഞ്ഞ് വീണ്ടും നമ്മൾ സത്യയുഗത്തിലോട്ട് പോകും. അതുപോലെ തന്നെ സത്യയുഗം കഴിഞ്ഞ് നേരെ തന്നെ ത്രേതായുഗത്തിലേക്ക് പോകും. ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗം, വീണ്ടും കലിയുഗം. അങ്ങനെ ചതുർയുഗത്തില് കാലഗണന മാറി മാറി വരുമെന്നാണ്. പക്ഷെ നമുക്കറിയാവുന്ന വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ 2025. എങ്ങനെയാണ് ഈ 2025 കലിയുഗം ആണല്ലോ ഇപ്പം നടക്കുന്നത്. ഈ കലിയുഗം 2025 എത്രയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പൊ അതിനു മുമ്പ് പ്രാരംഭമായിട്ട് ഓരോ യുഗങ്ങളുടെയും കാലാവധി നമുക്കറിയണം. 4 യുഗങ്ങളും കൂടെ ചേർന്ന് ടോട്ടൽ 43,20,000 വർഷം ഉണ്ട്. 43,20,000 വർഷം. അതിന് 4:3:2:1 എന്ന കാലഗണനയാണ്. ആര്യഭടീയത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അദ്ദേഹം അതിനെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 4, അതായത് 10,80,000 ഡിവൈഡഡ് ബൈ 4 എന്നാക്കിയിട്ട് 4 യുഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഭാഗവതം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് സത്യയുഗം, അതായത് കൃതയുഗം എന്ന് പറയുന്നത് 17,28,000 വർഷമാണ്. 17,28,000 വർഷമാണ് കൃതയുഗം. അതുപോലെ തന്നെ ത്രേതായുഗം എന്ന് പറയുന്നത് 12,96,000 വർഷമാണ്. അതുപോലെ ദ്വാപരയുഗം എന്ന് പറയുന്നത് 8,64,000 വർഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കലിയുഗം എന്ന് പറയുന്നത് ടോട്ടൽ 4,32,000 വർഷം വരും. അപ്പോൾ നമുക്ക് കലിയുഗത്തിലെ ഏത് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന അറിയണ്ടേ? സിമ്പിളാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് വർഷം, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇംഗ്ലീഷ് വർഷം ആരംഭിച്ചത് കലിയുഗം 3102-ലാണ്. കലിയുഗം 3102-ലാണ് ഈ ക്രിസ്തു വർഷം എന്ന് പറയുന്നത്. ബിഫോർ ദ ക്രൈസ്റ്റ്, ആഫ്റ്റർ ദ ക്രൈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ക്രിസ്തു വർഷം ആരംഭം തുടങ്ങുന്നത്, ഇംഗ്ലീഷ് വർഷം 1 ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് വർഷം എന്ന് പറയുന്നത് 2025 ആണ്. അപ്പൊ 3102 കലിയുഗം പ്ലസ് 2025 സമം 5126 എന്ന കാൽക്കുലേഷനിൽ നമ്മൾ പോകും. അതായത് കലിയുഗം 5127 വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് യുഗങ്ങളുടെ കണക്ക് നമ്മൾ കൂട്ടുന്നത്. ഇത് എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഈ യുഗ കണക്കുകളും ഇതിന്റെ കാൽക്കുലേഷനും ഇതിന്റെ വർഷങ്ങളും അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ കൂട്ടത്തിലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ നാഴിക വിനാഴിക കണക്കാക്കുന്നത്, മറ്റ് ദിവസങ്ങൾ കണക്കാക്കുന്നത്, ജ്യോതിഷം നോക്കുന്നത്, കാലഗണനകൾ നോക്കുന്നതൊക്കെ ഇത് വെച്ചിട്ടാണ്. അപ്പൊ ബേസിക്കലി ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്ദി, നമസ്തേ.